കാരവനുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്, കമ്മ്യൂട്ടർ വാഹനങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്, ആംബുലൻസുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്, മിനി വാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ക്രൂ വാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനഫ് ഹെഡ് റൂം, ഇനഫ് ലെഗ് റൂം ഒക്കെ ഉണ്ട്. ഹെഡ് റൂം നോക്കിയാൽ സാധാരണ നമ്മൾ വിരലിനാണ് അളക്കലുന്നത്, കയ്യിനത്ര ഉണ്ട്. 1965 നിസാൻ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി അവരുടെ ഹോമി പാസഞ്ചർ വാനിനെ പുറത്തിറക്കിയ സമയത്ത് ടൊയോട്ട എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ആലോചിച്ചു അതിനിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു വാഹനത്തെ പുറത്തിറക്കണം, ആ സെഗ്മെൻറ്റിന്, അതായത് ആ ഒരു പാസഞ്ചർ വാൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിനെ ഒന്ന് ഫിൽ ചെയ്യണമെന്ന്. അങ്ങനെ 1967 അവർ പുറത്തിറക്കിയ മോഡലായിരുന്നു ടൊയോട്ട ഹയേസ്. ഹൈ ഏസ് എന്നാണ് ഇതിൻ്റെ റിയൽ പ്രൊനൗൺസിയേഷൻ. നമ്മളതിനെ ഹയാസ് എന്ന് വിളിക്കാറുണ്ട്, ഹയേസ് എന്ന് വിളിക്കാറുണ്ട്. അതാണ് അതിൻ്റെ രൂപം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടൊയോട്ട ഹയേസിനെ കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടൊയോട്ട എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയെ നമുക്കൊക്കെ അറിയാം, നിസാനെയും അറിയാം. അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ലാൻഡ് ക്രൂയിസർ ആണോ, അതുപോലെ തന്നെ നിസാൻ പാട്രോൾ ആണോ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് രാജാവ് എന്നൊക്കെ ചർച്ച നടക്കുന്നു. ആ പോലെ തന്നെയുള്ളൊരു മത്സരമാണ് ശരിക്കും ഹയേസും അതുപോലെ തന്നെ ഉറുവാനും അങ്ങനെയുള്ള മോഡലുകളൊക്കെ ആയിട്ട് നടക്കുന്നത്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലെ പാസഞ്ചർ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂട്ടർ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന മോഡലാണ് ഹയേസ് എന്ന് പറയുന്നത്. സെയിം ആണ് നിസാൻ്റെ വാഹനങ്ങളും എന്നുള്ളതാണ്. 1936 ടൊയോട്ട ആദ്യമായിട്ടൊരു കാറ് പുറത്തിറക്കുന്നത്. പക്ഷേ 1936 പുറത്തിറക്കിയ ആ ഒരു കാർ ആയിരുന്നില്ല ടൊയോട്ടയുടെ ആദ്യത്തെ വാഹനം. 1935 പുറത്തിറക്കിയ ഒരു ട്രക്ക്, G1 എന്ന പേരിലുള്ള ട്രക്കായിരുന്നു ടൊയോട്ടയുടെ ആദ്യത്തെ വെഹിക്കിൾ. അത് വേൾഡ് വാറിന് മുമ്പും അവർ ട്രക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, കാറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ 1950 എത്തുമ്പോഴാണ് അവർ ആദ്യമായിട്ടൊരു കാറിനെ പുറത്തിറക്കുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞാൽ 1956 അത് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ അതൊരു ക്രൗൺ ആയിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ടൊയോട്ടയെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ പെട്ടെന്ന് പറയാവുന്ന ചില കാര്യങ്ങൾ. ഹയേസ് എന്ന് പറയുന്ന മോഡൽ എൻ്റെ വീഡിയോ കാണുന്ന വിദേശത്തുള്ള ആളുകൾക്കൊക്കെ വളരെ സുപരിചിതമായിരിക്കും. ഒരുപാട് ആളുകൾ അവരുടെ ജോലി ആവശ്യാർത്ഥം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനമാണ്. കാരവനുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്, കമ്മ്യൂട്ടർ വാഹനങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്, ആംബുലൻസുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്, മിനി വാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ക്രൂ വാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല വകഭേദങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ്. ഒരുപാട് ആളുകൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഒരുപാട് കാലം വാഹന വിപണിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പല മോഡലുകളും. ശരിക്കും നല്ല വലുപ്പമുള്ള വാഹനമാണ്, ഹൈ റൂഫ് വാഹനമാണ് എന്ന് പറയേണ്ടി വരും. കാണുന്ന സമയത്ത് ഒരു വാനാണ്. ആ ഒരു വാനിൻ്റെ ബോക്സിനസ് എല്ലാം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ പിൻഗാമിയാണ് കുറച്ചുകൂടി ലക്ഷറി ആയിട്ട് വന്നിട്ടുള്ള വെൽഫെയർ ഒക്കെ. അത് കുറച്ചുകൂടി അൾട്രാ ലക്ഷറിയാണ്. എന്നാൽ അതിൻ്റെ മറ്റൊരു വകഭേദമാണ് എന്നുള്ളതാണ്. ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം, ഹാലജനാണ്. 2 ചേമ്പറായിട്ട് കൊടുത്തിട്ട് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും 2016 മോഡലാണ്. ഇവിടെ ഹയേസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഒക്കെ കാണാം. ഹൈ ഏസ്, ഹയാസ് എന്നും വായിക്കാം, തെറ്റൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഹയേസ്, ഹയാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇവിടെ നമുക്കൊരു ഗ്രിൽ എലമെൻറ്റ് കാണാം, ക്രോം എലമെൻറ്റോട് കൂടി വന്നിട്ടുള്ളതാണ്. അതിനകത്ത് ഇതളുകളായിട്ടാണ് അത് ക്രമീകരിക്കപ്പെട്ടുള്ള ഒരു വേർട്ടിക്കൽ സ്ലാറ്റോട് കൂടിയിട്ടുള്ള എയർ ഡാം യൂണിറ്റും കാര്യങ്ങളൊക്കെ താഴെ കാണാം. ഫ്ലൈ വീലിൻ്റെ ബോർഡ് കാണാം, ഫ്ലൈ വീൽസ് ഇന്ത്യ. ഫ്ലൈ വീൽസ് ഇന്ത്യ എന്ന് പറയുന്ന കേരളത്തിൽ പുത്തനത്താണി വെട്ടിച്ചിറ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ഫ്ലൈ വീൽസ് ഇന്ത്യ. ലക്ഷറി കാറുകളാണ് അവർ ഡീൽ ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്ന് ധാരാളം ഹയാസ് വാഹനങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. പല ടൈപ്പ് ഹയാസ് ഉണ്ട്, ഉറുവാനുണ്ട്, വെഞ്ചൂർ എന്ന് പറയുന്ന ടൊയോട്ടേൻ്റെ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ റയറായിട്ടുള്ള വാനുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു വാൻ കൾച്ചർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാം. ഇതെനിക്ക് തോന്നുന്നു ആക്സറീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കിനാണ്. കാരണം ഒരു സ്റ്റോക്ക് ഫീൽ അത് കിട്ടുന്നില്ല. താഴെ ഈ ലിപ്പ് ഭാഗമൊക്കെ ഒരു ആക്സറീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കിനാണ് എന്നുള്ളതാണ്. വിൻഷീൽഡിലേക്ക് വരാം. ശരിക്കും എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് അത്. അതുപോലെ ഇവിടെ വൈപ്പർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. വലിയ വിൻഷീൽഡും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നല്ല ഹൈറ്റുള്ള വണ്ടിയാണല്ലേ. ഹയാസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹയേസ് എന്ന് പറയുന്ന സമയത്ത് വാനുകളിലെ ഐക്കോണിക് നെയിമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രവാസികൾക്കൊക്കെ വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാവുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ്. സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് 5300 മില്ലിമീറ്റർ, അതായത് 5.3 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വാഹനമാണ്. ഹൈറ്റൊക്കെ എൻ്റെക്കാളും ഹൈറ്റാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്കകത്ത് നല്ല സ്പേഷ്യസ് ആയിരിക്കും ഹെഡ് റൂമിൻ്റെ കാര്യത്തിലൊക്കെ. നമുക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് 2 ഡോറുകളാണ്. ഒന്ന് സാധാരണഗതിയിൽ നമ്മളുടെ കോ പാസഞ്ചർ എൻട്രി, രണ്ടാമത്തത് സ്ലൈഡിംഗ് ഡോറാണ്, ഇലക്ട്രിക്കലി പവർ ഉള്ളതാണ്. ഞാനൊക്കെ പറയാം അതിലേക്ക് വരുന്ന സമയത്ത്. വീലിലേക്ക് വരാം. ഇവിടെ നമുക്ക് ധാരാളം ഇതളുകളായിട്ടുള്ള വീലുകൾ കാണാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 17 ഇഞ്ച് വീലുകളാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു 22 ഇഞ്ച് വരെയുള്ള വീലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് റെയിൽ കാണാം. അത് ആ ഡോർ ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ വീൽ ആർക്കുകളൊക്കെ ഒരു ക്രോം എലമെൻറ്റിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ അത് ആക്സസറീസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ അതിനകത്ത് ലിപ്പ് ഭാഗവും കാര്യവും കാണാം, അതും ആക്സസറീസിൻ്റെ ഭാഗമാണ്. ഇനി ഈ ഒരു വിൻഷീൽഡിൻ്റെ ഭാഗം നോക്കിയാൽ വിസിബിലിറ്റി
പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ബാക്കിലിരിക്കുന്ന ആളുകൾക്കും നല്ല വിസിബിലിറ്റി ആകാൻ വേണ്ടിയിട്ട് വലിയ വിൻഷീൽഡ് ഏരിയയാണ് കൊടുത്തേക്കുന്നത്. ഒരു കാര്യം, ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ടൂറിംഗ് പർപ്പസിന്, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാൻ അങ്ങനെയൊക്കെയുള്ള ഒരു പർപ്പസുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. നമ്മളിപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത് ഇങ്ങനത്തെ വാഹനങ്ങളിലായിരിക്കും. ഞാൻ ചൈനയിൽ പോയ സമയത്ത് നജുമക്കയുടെ കൂടെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇതേപോലത്തെ ഒരു വാനായിരുന്നു. അത് കുറച്ചും കൂടി ഈസിയാണ് ഈ ലഗേജസ് വെക്കാനും നമുക്ക് കയറി ഇറങ്ങാനും വിശാലമായിട്ട് പുറത്തെ കാഴ്ചകൾ കാണാനും കുറച്ചും കൂടി ഉയർന്നിരിക്കാനും ഒക്കെ അത് ഭയങ്കര സൗകര്യമായിരുന്നു. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഹൈറ്റുള്ളൊരു ബാക്ക് ഭാഗമാണ്. ഒബിയസ്ലി ഇതൊരു വാനാണ്. ടൊയോട്ട ലോഗോ കാണാം, GL എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞാൽ ഹയാസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ടെയിൽ ലാമ്പ് യൂണിറ്റ് LED സിസ്റ്റത്തിലാണ് വന്നിരിക്കുന്നത്. അതൊരു വേർട്ടിക്കൽ ഷേപ്പിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. യെസ്, താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോയിലറും കാര്യങ്ങളൊക്കെ ഇതുവരെ ആക്സറീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ബൂട്ട്, എൻ്റെ മോനെ ഈ ഡോർ ഓപ്പൺ ആവുന്ന നോക്കിയാൽ ഈ ഏരിയ ഫുൾ ഓപ്പണായി. ശരിക്കും ഇതൊരു ഡെലിവറി വാനൊക്കെ ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വലിയ ബോക്സസ് ഒക്കെ കയറ്റാൻ എളുപ്പമായിരിക്കും. എനിക്ക് തോന്നുന്നു കാർഗോ ആളുകളൊക്കെ ഹയാസ് യൂസ് ചെയ്യാറുണ്ട്. ഈ സീറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിനകത്ത് ലഗേജൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇത്രയും ഭാഗം ഇത് മൊത്തം ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് പിടിച്ച് താഴ്ത്താൻ ഇവിടെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൈസ്. ഫയർ ഡിസ്റ്റിങ്വിഷറാണ്. ശരിക്കും ഭയങ്കര സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എല്ലാ ഇൻ്റർനാഷണൽ വാഹനങ്ങളിലെത്തും നമ്മൾ കണ്ടിട്ടുള്ളതും എന്നാൽ ഇന്ത്യയിൽ അങ്ങനെ കാണാത്തതുമായിട്ടുള്ള ഒരു സാധനമാണ്. യാ, നൈസ്. അപ്പോൾ ഇതാണ് ബൂട്ട് സ്പേസ്. ഇപ്പം എല്ലാ സീറ്റും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് 9 സീറ്ററാണ്. 6, 8, 9 അങ്ങനെ ആകുമ്പോൾ ഇവിടെ അത്ര സ്പേസ് ഇല്ല. ഫോൾഡ് ചെയ്ത് വെച്ചാൽ ലഗേജസ് വെക്കാം, അല്ലെങ്കിൽ 5 സീറ്റർ ആക്കി ലഗേജസ് വെക്കാം. സീറ്റില്ലാതാക്കി കഴിഞ്ഞാൽ കൂടുതൽ ലഗേജസ് വെക്കാം. അപ്പോൾ കാർഗോക്കാർക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ക്ലോസ് ചെയ്യാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വൈപ്പർ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ അതിനൊരു വാഷർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈ മോഡോടെ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിററാണ്, താഴേക്ക് ബമ്പർ കാണാൻ വേണ്ടിയിട്ട്. അത് എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്നുള്ളത് ഉപയോഗിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഡ്രൈവർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ സൈഡിൽ ഇതിന് ഡോറില്ല കേട്ടോ. നോക്കിയാൽ പ്ലെയിൻ ആണ്. അവിടെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെയാണ്. 1 സൈഡ് എൻട്രി ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്കൊരു കിളിവാതിലുണ്ട്. ഈ കിളിവാതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബീച്ച് കളർ ഇൻറ്റീരിയർ ആണ്. അത് ഡാഷ്ബോർഡ് ആണെങ്കിലും സീറ്റ് ആണെങ്കിലും ലെതർ ആണെങ്കിലും ഒക്കെ തന്നെയും ഒരു ബീച്ച് കളർ ടാനിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ മാത്രം ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഡോർ സൈഡിലേക്ക് വരാം. 2 പവർ വിൻഡോ കൺട്രോൾസ് മാത്രമേ ഉള്ളൂ. 2 ഓപ്പൺ ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. സ്റ്റോറേജ് സ്പേസ്, ഫയൽ പോക്കറ്റ്, പ്ലാസ്റ്റിക് ആണ്. ഇതൊക്കെ പ്ലാസ്റ്റിക് എലമെൻറ്റുകളാണ്. എവിടെയും ലെതറല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ലെതറാന്നൊക്കെ വിചാരിക്കും, പക്ഷേ ലെതറല്ല. ഇനി സൈഡ് വ്യൂ മിറർ ക്രോം എലമെൻറ്റിലാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്. അത് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൺട്രോളിലൂടെ കാണാം. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. ബാക്കിലത്തെ ഡോറ് നമുക്ക് സ്ലൈഡ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. അത് ഇവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ആക്കിയാൽ മതി. സീറ്റുകൾ റിക്ലൈനബിൾ ആണ്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണം. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇത് ഇരിക്കുന്നത്. ഹെഡ് റൂമും കുഴപ്പമൊന്നുമില്ല. സ്റ്റിയറിംഗ് വീല് ചെറിയ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ആണ്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ തന്നെ മോഡ് ചേഞ്ച് തുടങ്ങിയിട്ടുള്ള ഏരിയകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെയും പ്ലെയിൻ ആയിട്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അനലോഗാണ്. RPM മീറ്റർ ഇതിനകത്ത് ഇല്ല. സ്പീഡോമീറ്റർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. RPM മീറ്റർ കാണാനില്ല. വേർ ഈസ് RPM മീറ്റർ. ഇനി ഡാഷ്ബോർഡും അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഫുള്ളി പ്ലാസ്റ്റിക് തന്നെയാണ്. വേറെ ലെതർ എലമെൻറ്റുകളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഇവിടെ കുറേ ഡമ്മി ബട്ടൺസ് ഒക്കെ കാണാം. AC വെൻസ്, ഹസാർഡ് ലാമ്പ്, മ്യൂസിക് സിസ്റ്റം, സ്റ്റോറേജ് സ്പേസ്, എയർ കണ്ടീഷൻഡ് കൺട്രോള്, ട്രാൻസ്മിഷൻ, ഹാൻഡ് ബ്രേക്ക്, ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഗ്ലോ ബോക്സ്, വലിയ ഗ്ലോ ബോക്സ് ആണല്ലേ, നീളമുള്ള ഗ്ലോ ബോക്സ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ? ഉണ്ട്. ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് എത്തുന്നില്ല. നോക്കിയാൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നിർത്താൻ ശ്രമിക്കണം. നോക്കിയാൽ വലിയ ഡാഷ് ഏരിയയാണ്. ഇവിടെ നമുക്കൊരു സെൻട്രൽ കൺസോൾ ഭാഗമുണ്ട്. സ്റ്റോറേജ് സ്പേസ് ആണ്. കാരണം ഇതൊരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ അല്ലേ. ഇതിനകത്ത് പല ഡോക്യുമെൻറ്റ്സ്, ട്രാവൽ ഡോക്യുമെൻറ്റ്സ് വെക്കേണ്ടി വരും. അത് വെക്കേണ്ടി വരും, ഇത് വെക്കേണ്ടി വരും. അതിനൊക്കെയുള്ള സ്ഥലം ഇതിനകത്തുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. വലിയ കപ്പ് ഹോൾഡറുകളാണ്. ഹാൻഡ് റെസ്റ്റ് ആണ്. ആക്ച്വലി ലെതർ അല്ല. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. താഴ്ഭാഗത്തും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ ഫയൽ പോക്കറ്റൊക്കെ ഫയൽ വെക്കാൻ വേണ്ടി 2 ഭാഗത്തും. കാരണം ഇതിനകത്ത് കൂടുതൽ ട്രാൻസ്പോർട്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പോൾ വിസൻ്റെ പേപ്പർ, പാസ്പോർട്ട്, ടിക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അത് ഇവിടേക്ക് നോക്കൂ, അവിടെ നമുക്ക് കാണാം. നൈസ്. ഇത് ആഫ്റ്റർ മാർക്കറ്റാണോ സംശയം കേട്ടോ. USB പോർട്ട്, C ടൈപ്പ്. അതൊന്നും C ടൈപ്പ് അങ്ങനെ കാര്യമായിട്ടില്ലല്ലോ. ഫ്രണ്ടിൽ 2 ആൾക്കാർക്ക് ഇരിക്കാം. സെൻട്രൽ ടണലൊന്നുമില്ല, ഫ്രീ ആണ്. ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററാണ്, ഓട്ടോമാറ്റിക് അല്ല. ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു TVൻ്റെ ഭാഗം കാണാം. അത് ഞാൻ അപ്പുറത്തുനിന്ന് കാണിക്കട്ടാ. ഡോർ തുറക്കാം. സ്ലൈഡിങ് ഡോറുകളാണ്, ഓട്ടോമാറ്റിക് ഓപ്പറേറ്റ് ആവും.
അപ്പോൾ അകത്തത് കൺട്രോൾ ചെയ്താൽ പാസഞ്ചേഴ്സിന് അകത്തേക്ക് കയറാൻ കാര്യങ്ങൾക്ക് എളുപ്പമാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഹയേഴ്സ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇനി സ്റ്റെപ്പിൽ ഒരു ലാമ്പും കൊടുത്തിട്ടുണ്ട്, രാത്രിയിൽ വേണമെങ്കിൽ ഇതിൽ ഓൺ ആക്കാം. ഇവിടെ എന്തോ ഒരു കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. സീറ്റുകൾ നോക്കൂ, ഇത് ശരിക്കും അൾട്ര ചെയ്തേക്കുന്ന സീറ്റാണ്, ലൈക്ക് അപ്ഗ്രേഡ് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന 7 സീറ്ററാണ്. എല്ലാ സീറ്റിനകത്തും വിശാലമായിട്ടിരിക്കാം. 7 അല്ല, 2, 4, 6, 8, ബാക്കിൽ 8 ഫ്രണ്ടിലൊന്നും, അങ്ങനെ 9 സീറ്റ് ഉണ്ട്. എല്ലാ സീറ്റിനകത്തും ഇനഫ് ഹെഡ് റൂം, ഇനഫ് ലെഗ് റൂം ഒക്കെ ഉണ്ട്. ഹെഡ് റൂം നോക്കിയാൽ സാധാരണ നമ്മൾ വിരലിനാണ് അളക്കലുള്ളത്, കയ്യിന് അത്ര ഉണ്ട്. ഇവിടെ നമുക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, AC വെൻറ്റുകൾ കാണാം. ഇവിടെയൊക്കെ അത് ഇവിടെയും കാണാം കേട്ടോ. ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഇതൊക്കെ ശരിക്കും ടൊയോട്ടൻ്റെ ചില വാഹനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ട് പോലത്തെ ഉള്ള, പ്രത്യേകിച്ച് ഇന്നോവയിലേക്കുള്ള പോലത്തെ സെറ്റപ്പാണ്. ഇതാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഒരു ടെലിവിഷൻ, ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. നൈസ്, നല്ല വിസിബിലിറ്റിയാണ്. ഇതാണ് കിളിവാതിൽ, ഇത് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കാം. ഇവിടെ യെസ്, അടിപൊളി. ബാക്ക് സീറ്റിനെ കുറിച്ച് ഞാൻ വിശാലമായിട്ടൊന്നും പറയുന്നില്ല. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാവൽ ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിന് പറ്റുന്ന വിശാലമായിട്ടുള്ള സൗകര്യം, ഇതിലൂടെ ബാക്കിലേക്ക് പോവാം. അതിനുള്ള സൗകര്യമുണ്ട്. ഏറ്റവും ബാക്കിലത്തെ സീറ്റ് പോലും വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് വാൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എല്ലാ സീറ്റുകൾക്കും തുല്യമായിട്ടുള്ള കംഫർട്ടും തുല്യമായിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ലഗേജസ് വെക്കാം, ഇൻ ബിറ്റ്വീൻ ആളുകൾക്ക് ഇരിക്കാം. അഡ്രസ്റ്റൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്, ഇത് റിക്ലൈനബിൾ ആണ്. കിടന്നും യാത്ര ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ സീറ്റ് മോഡിഫൈഡ് ആണ് കേട്ടോ, അത് ഓർമ്മ ഉണ്ടാവണം. അതായത് അപ്ഗ്രേഡഡ് സീറ്റാണ്, എല്ലാം വിത്ത് റിക്ലൈനിങ് ഫെസിലിറ്റിയിലാണ് വന്നിട്ടുള്ളത്. 136 PS 300 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 3 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്ന് പറയുമ്പോൾ എഞ്ചിൻ നമുക്ക് കാണാനില്ല. ഇതിൻ്റെ ബാക്കിലായിട്ടും താഴ്ഭാഗത്തൊക്കെ ആയിട്ടാണ് എഞ്ചിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. അതായത് ഇങ്ങനെ ഒരു പൊസിഷൻ. ഇവിടെ ഇത്ര മാത്രം ആക്സറീസാണുള്ളത്. ഇവിടെ നമുക്ക് ഫ്ലൂയിഡ്സ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള സൗകര്യം, വാഷർ ഫ്ലൂയിഡ്, അങ്ങനത്തെ ആക്ടിവിറ്റികൾ മാത്രമാണ് പുറത്തേക്ക് ഓപ്പണാക്കി കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം അകത്തായിട്ടാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. നൈസ്. ടൊയോട്ടയുടെ എഞ്ചിനുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനുകളാണ്. അവരുടെ വാഹനങ്ങളും അങ്ങനെ തന്നെയാണ്, നൂറ്റാണ്ടുകളോളം ഓടും. ഞാനെപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, ഹൈലക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഈവൻ ഹയാസ് ആണെങ്കിലും നമ്മളെ മക്കൾക്കൊക്കെ ഒസിയത്തായിട്ട് എഴുതി കൊടുക്കാൻ പറ്റും. അത്രയും കാലം അത് നിലനിൽക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഹയാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇനിയില്ലേ, ഹയാസ് ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. ഹയാസ് ഓടിച്ചു നോക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം കൂടി പറയാം. അതായത് ഒരുപാട് കാലമായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഹയാസ് ഓടിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതകഥയിൽ എനിക്കൊരു ഖത്തർ അധ്യായമുണ്ട്. ഞാൻ ഖത്തറിൽ ഒരു 7 വർഷക്കാലം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഖത്തറിൽ എത്തുന്ന സമയത്ത് ഞങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുപോയിരുന്നതും കൊണ്ടുവന്നിരുന്നതും ഒക്കെ തന്നെയും ഹയാസിനകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഹയാസ്, ഉറുവാൻ, അങ്ങനെ കുറേ വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഓഫീസ് ട്രാവലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ അന്ന് കാലം മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊന്ന് ഓടിച്ചു നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം ഇപ്പം ഇവിടെ സഫലമായിരിക്കുകയാണ്, താങ്ക്സ് ടു ഫ്ലൈ വീൽസ് ഇന്ത്യ. അപ്പോൾ അതൊരു ഒരു നൊസ്റ്റാൾജിക് കണക്ഷൻ പോലെയുണ്ട്. സംഭവം ഇത് ഓടിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല സസ്പെൻഷനാണ്, ഒരു ഫ്ലോട്ടിംഗ് ഫീലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വലിയൊരു വാഹനമാണ്, നല്ല വെയിറ്റും ഉണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു വലിയ വാഹനം വളച്ചെടുക്കുന്ന പോലത്തെ റിസ്ക്കോ, ഈ ലോറിയൊക്കെ വളക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിപ്പം നല്ല ട്രാഫിക്കിലാണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടില്ല. ഭയങ്കര ലൈറ്റ് സ്റ്റിയറിംഗ് വീലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആളുകൾ ഏറ്റവും കൂടുതൽ ഈ വണ്ടിനെ ഇഷ്ടപ്പെടാണ്ടായ ഒരു കാരണം ഒരു പക്ഷേ അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ റൈഡാണ്. പിന്നെ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വെയിറ്റ് കൂടുന്നത് ഒരു അഡ്വാൻറ്റേജുമാണ്. കൂടുതൽ വെയിറ്റ് വരുന്ന സമയത്ത് കൂടുതൽ നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും. ഒരു 3 ലിറ്റർ എഞ്ചിനാണ്, 2900 സംതിങ് CC ആണ് വരുന്നത്. 1986 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം പവർഫുൾ ആയിട്ടില്ല. എന്നാൽ 116 PS ഓക്കെ ആണ്. പക്ഷേ 300 Nm ടോർക്കും ഉണ്ട്, അത്യാവശ്യം ടോർക്കാണ്. അതുകൊണ്ട് ഇനീഷ്യൽ പിക്കപ്പും കാര്യങ്ങളൊന്നും വലിയ ലാഗില്ല. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിലേക്ക് ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ഗിയർ ചേഞ്ച് ചെയ്യണത് ചെറിയ രൂപത്തിലൊരു റവ് വന്നതിൻ്റെ ശേഷമാണ്. അത് ഞാൻ പെട്ടെന്ന് ആക്സലറേഷൻ കൊടുത്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ലീനിയർ പവറപ്പാണ്. നമ്മളിപ്പോൾ ഒരു 80 സ്പീഡ് വരെ എത്തിച്ചു, ഒരു കുഴപ്പമില്ല. ഹാർഡായിട്ടുള്ളൊരു ഇത് ചാടി, എന്നിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്റ്റിൽ ഇതൊരു 2016 മോഡൽ വണ്ടിയാണെന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവണം.
നല്ല സുഖമുണ്ട്. നല്ലൊരു എന്താ പറയുക, കുറച്ചും കൂടി കംഫർട്ട് എന്നുള്ള വാക്കിന് ഞാൻ വീണ്ടും എടുക്കുകയാണ്. അതായത് കുറച്ചും കൂടി പതിഞ്ഞ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 10 ആളുകളെയൊക്കെ വെച്ച് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അതിൻ്റെ ഒരു പ്രീമിയം ഫീലും അതുപോലെ തന്നെ ആ ഒരു ലക്ഷറി ഫീലും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു വാഹനം. ആ തരത്തിലാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. കർവൊക്കെ എടുക്കുന്ന സമയത്ത് നൈസ്, ഭയങ്കര കൂളാണ്, കംഫിയാണ്. ഒരു ബാഡ് റോഡിലേക്ക് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി. ഇങ്ങനെ സസ്പെൻഷൻ്റെ പുറത്ത് ഇങ്ങനെ 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 ഫ്ലോട്ട് ആവുന്നതിൻ്റെ ആ ഒരു ഫീലില്ല, വണ്ടി ഇങ്ങനെ ആ ഒരു ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷൻ പോലത്തെ ഒരു സാധനമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നൈസ്. ഒരു ജിമ്നി അത് പോകുന്നു. ഒളിച്ചെടുക്കാൻ ഇത് വലിയ വണ്ടിയാണെന്നുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. അതായത് ചെറിയ സ്പോട്ടിലൊന്നും ഇട്ടിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഒളിച്ചെടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മളിപ്പോൾ റിവേഴ്സ് എടുത്ത് മുന്നോട്ട് പോകാൻ അങ്ങനത്തേനൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരു യൂ ടേൺ ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു ടേണിങ് റേഡിയസിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് വലിയ വണ്ടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു ഇതുണ്ടായിരിക്കും, നല്ലതാണ്. സോ ടോട്ടലി ഇതാണ് ടൊയോട്ട ഹയാസ്. ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലെജൻഡറി വാൻ നെയിം പ്ലേറ്റ് ആയിട്ടുള്ള ടൊയോട്ടയുടെ ഒരു ഇതിഹാസ മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ ഇത് വിശേഷിപ്പിക്കാം. അതിനെക്കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, ഇതിന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫ്ലൈ വീൽ സ്ഥാപനം കേട്ടോ. അതുപോലെ ഒരു പഴയ LC കിടക്കുന്നുണ്ട്, അതൊന്ന് വീഡിയോ ചെയ്യണം നമ്മൾ വിചാരിക്കുന്നുണ്ട്. അടുത്തതിൽ പിടിക്കാം അല്ലേ. ഇതാണ് ഫ്ലൈ വീൽ സിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെടാം. ഇവരുടെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.